നിന്റെ അച്ഛനെ നിനക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടോ? ജെയിംസ്, നീ എന്താ ഇവിടെ? നീ പറഞ്ഞത് കറക്റ്റാ ബോസ്. കീഴ്പ്പെടുത്തുമ്പോഴുള്ള ലഹരി വേറെ, വിക്ടറിയിലുള്ള ത്രില്ലും വേറെ. നിന്നോട് ഞാൻ തോറ്റതിന് ശേഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് ബോസ്. അതുകൊണ്ട് വീണ്ടും ഒരു ബെറ്റ് കൂടി വെക്കാം. യെസ് ബ്രോ, ഇതുവരെ നീ കെട്ടിയിട്ടുള്ള ബെറ്റിലെല്ലാം 1-2 ലക്ഷമല്ലേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ബെറ്റിൽ നീ വിന്നായാൽ നിനക്ക് വേണ്ട 25 lakhs ഞാൻ തരാം. എന്നാൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എനിക്ക് 1 രൂപ പോലും തരണ്ട ബോസ്. ഈ ക്യാപിറ്റൽ സിറ്റിയിൽ എവിടെ ബെറ്റിംഗ് നടന്നാലും നീ അവിടെ വരാൻ പാടില്ല. എവിടെ ബെറ്റിംഗ് സൗണ്ട് കേട്ടാലും നിന്റെ പേര് അവിടെ കേൾക്കാനും പാടില്ല. ബെറ്റ് എന്താ? ഇത്തവണ കാർ റേസോ ബൈക്ക് റേസോ ഒന്നും അല്ല ബോസ്, ലവ് റേസ്. ഒരു പെൺകുട്ടിയെ നീ ലവിൽ വീഴ്ത്തണം. പെണ്ണും ലവുമായിട്ടും എനിക്ക് ബന്ധമൊന്നുമില്ല. നീയല്ലേ പറഞ്ഞത് ബെറ്റ് കെട്ടിയ കിക്ക് ഉണ്ടാവണം, ലൈഫിൽ റിസ്ക് വേണമെന്നൊക്കെ? അതിലെന്ത് റിസ്ക്കാ ഉള്ളത്? ആ പെണ്ണാരാണെന്നറിയോ? ബെല്ലാരിയുടെ മകൾ. അവനാരാ? ആരാണെന്നോ? എനിക്ക് രണ്ട് കാര്യങ്ങളെ ഇഷ്ടമുള്ളടാ. ഒന്നാമത് പണവും, രണ്ടാമത് എന്റെ മകളും. ഞാൻ പണം സമ്പാദിക്കുന്നതിൽ ബിസിയായപ്പോ നീ എന്താടാ എന്റെ മകളുടെ മനസ്സിൽ കയറി പറ്റി അവളുടെ പ്രേമം സമ്പാദിക്കാന്ന് വിചാരിച്ചോടാ? എനിക്കൊന്നും അറിയില്ല സാർ. എന്നോട് ഡൗട്ട് ചോദിച്ചപ്പോ ഒരു ലെക്ചർ കൊടുത്ത് ക്ലിയർ ചെയ്താ സാർ. ഡൗട്ട് ചോദിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്ലാസ് റൂമിലാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്, പേഴ്സണലായിട്ടല്ല. നിന്നോട് അവൾ ചോദിക്കുമ്പോഴോ നീ പറയുമ്പോഴോ അവളുടെ മനസ്സ് മാറുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂടാ? ബ്രീഫായി പറഞ്ഞ ബെല്ലാരി എന്ന എ ജയന്റ്, അയാളുടെ മകളെന്ന വിലയേറിയ കോഹിനൂർ ഡയമണ്ട്. പേര് ചൈത്ര, BDA സ്റ്റുഡന്റ്. ബെല്ലാരി കുടുംബത്തിലെ രാജകുമാരിയാണ് അവൾ. അവക്ക് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ ഒരു ഏരിയയിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. സത്യ, സത്യൻ സത്യൻ കത്തിയെടുത്താൽ പിന്നെ രക്തം ചിന്താതെ കത്തി താഴ്ത്തില്ല. ആ ബെല്ലാരിയുടെ മകളോട് നീ ഐ ലവ് യു എന്ന് പറയണം. താങ്ക്സ്. കറക്റ്റ് ടൈമിൽ കറക്റ്റ് ബെറ്റ് തന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഡീൽ ഓക്കെ. ബട്ട് ഇതൊക്കെ 30 ഡേയ്സിനുള്ളിൽ നടക്കണം. 30 ഡേയ്സിനുള്ളിലോ? യാ, നീ ഇതുവരെ പരാജയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളെന്നല്ലേ പറയാറുള്ളത്. ബൗണ്ടറി ലൈൻ ഇല്ലെങ്കിൽ പിന്നെ മാച്ചിന് ഒരു സുഖം ഉണ്ടാവില്ല. ഇന്ന് ഡേറ്റ് December 2nd. 31st ആ പെണ്ണ് നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നീ ബെറ്റിംഗിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞിരിക്കണം. ഇതാ പെണ്ണിന്റെ ഫോട്ടോസ് ആൻഡ് ഡീറ്റെയിൽസ്. ജെയിംസ്, പൈസ റെഡിയാക്കിക്കോ. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. ഇത് സാധാ കോൺഫിഡൻസ്. Mr. King Masilman Macha Nidhira Veeran Tagadaga Tumtham Macha Mr. King Masilman Macha Yendenum Ivanini Namukku Puluvan Raksha. ചൈത്രമോളുടെ ദേഹത്ത് വന്ന് ഇടിക്കോടാ നീ. അതല്ല മാഡം, അവനെ അങ്ങ് വിട്ടേക്ക്. ശരി മാഡം. താഴേക്ക് വിടാനല്ല പറഞ്ഞത്, അയാളെ ഉപദ്രവിക്കരുതെന്ന്. ഇനി ഒരു തവണ കൂടി മോളുടെ ദേഹത്തെങ്ങാനും മുട്ടിയാൽ നിന്നെ ഇവിടെ നിന്നായിരിക്കും എറിയുന്നത്, അവിടെ നിന്ന് താഴോട്ടാ. ഓ പോ. എന്റെ അമ്മോ, ഇത്രയും വലിയ സെക്യൂരിറ്റി ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. യൗവന്റെ കൈയോട് ചാവൂടാ. ഇത് കണ്ടിട്ട് നിനക്കെന്ത് മനസ്സിലായടാ? എങ്ങനെ മനസ്സിലായി?
മനസ്സിലാക്കാൻ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടല്ല. സൗമ്യ സൗമ്യ പ്ലീസ് ക്രേസി ഭ്രാന്താണോ നിനക്ക്? യെസ് ഐ ആം ക്രേസി അബൌട്ട് യു. ഹേയ് നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഓ! അറിയാം. ആരെയാടാ വരട്ടുന്നേ? ഒരു പെൺകുട്ടി സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തു അല്ലേ? ശരിക്കും കോളേജ് ഒരു സരസ്വതി ദേവാലയമാണ്. പവിത്രമായ ആ സ്ഥലത്ത് വെച്ചൊരു ഭാരത സ്ത്രീയെ പ്രേമിക്കാൻ നിർബന്ധിക്കുന്നു. താൻ ആരാടോ? എന്നെ നിനക്ക് അറിയില്ലല്ലേ? ഇതിന്റെ അനിയത്തിയാണ്. ഹലോ ഗാന്ധിജി, ബാബുജി, ഇതൊക്കെ അങ്ങ് കാണുന്നുണ്ടോ? കോളേജിൽ പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റാതാക്കിയിരിക്കുന്നു. അല്ല എന്താ ഈ കാണിക്കുന്നേ? സോറി മോളെ, ഇവന് കൊടുക്കാനല്ല എന്റെ അനിയന് കൊടുത്തത്. സോറിടാ. സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്ര ഘോഷ് എന്താണ് പറഞ്ഞത്? കോശലടേ ചന്ദ്രബോസ്. ആവേശം വരുമ്പോൾ തെറ്റിപ്പോ ആളിയാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിന്നെ പോലുള്ള തെമ്മാടികളെ വെറുതെ വിടുന്നത്. നീയൊക്കെ കോളേജിൽ ടൈം പാസിനാണോടാ വരുന്നത്? വെറുതെ ബീറടിച്ച് നടന്നാ പോരാ, ഇതുപോലുള്ള അനീതിക്കെതിരെ പ്രതികരിക്കൂടി വേണം. ഇത് പിടിക്ക്. എന്താടാ, പെൺകുട്ടികൾ പ്രേമിച്ചില്ലെങ്കിൽ അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കൂ, അല്ലെ ക്ലാസ് റൂമിൽ വെച്ച് കഴുത്ത് മുറിക്കൂ, അതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവോ? വേണ്ട, ക്ലാപ്സ് അടിക്കരുത്. ലോകത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു ആക്ഷനാ ക്ലാപ്സ്. ഹലോ, നിന്റെ ഓവർ ആക്ഷൻ നിർത്ത്, എന്നിട്ട് അങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ രണ്ടുപേരും ഒന്നായോ? ഇപ്പോഴല്ലേ ഇവരൊന്നായത്, ഫസ്റ്റ് ഇയറിലെ ഒന്നായവരാ. ഇവരാണ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് ലവേഴ്സ്. മാരേജ് കഴിഞ്ഞാൽ ഇവർ ബെസ്റ്റ് കപ്പിൾസും ആവും. എപ്പോഴെങ്കിലും തമ്മിൽ പിണങ്ങിയ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞ് കൂളാക്കുന്നതാ. എങ്കിൽ പിന്നെ അത് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഹിറ്റ്ലറെ പോലെ ജാട കാണിച്ചിട്ട് എന്നെ പറയാൻ സമ്മതിച്ചോ? അതെ, ഏത് കോളേജിലാ നിങ്ങള്? അടുത്ത കോളേജ്. ഈ സീൻ ബ്യൂട്ടി കണ്ടൊന്ന് വന്നേ ഉള്ളൂ അല്ലേ? അധികം ബ്യൂട്ടി കണ്ട് നിൽക്കണ്ട, സീൻ വീണ്ടും റിവേഴ്സ് ആവും. നോക്കടാ, റിങ്കില വരുന്നു. ഇതാരാടാ? മത്തന് കോലം കുത്തി പോലെ ഉണ്ടല്ലോ. Dirty Indians. All 1 rupee coins. All waste fellows. I should maintain some distance. Oh. നിങ്ങൾ ആർക്ക് വേണ്ടിയാ വന്നത്? സാറിന് വേണ്ടിയാ, കണ്ടില്ലേ? നിങ്ങൾ വരുമെന്ന് ഇൻഫർമേഷൻ ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ ഉണ്ട് സർ. ഓ, ഇറ്റ്സ് ക്രൈസി. ഹേയ് ലില്ലിപുട്ട്, ടേക്ക് ദിസ്. ഡേ ഡെഡ് ഫൂൾ, ടേക്ക് ദിസ്. ഡേ ഡോബി, ടേക്ക് ദിസ്. ഡോബി എന്നല്ല എന്റെ പേര്, ബോബിന്നാ. നിന്റെ പേര് ഞാൻ മാറ്റിയടാ. ഹേയ്, നീ എന്താണ് ഇങ്ങനെ? ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. ഞങ്ങൾ എന്തിനാ സർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ആരാടാ? Indians. ഏതാ നിങ്ങളുടെ കറൻസി? രൂപ. എന്റെ കറൻസി ഡോളർ. എനിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എത്രയാടാ? 46. അറ്റ്ലീസ്റ്റ് 46 feet ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. കം ഓൺ, ഫോളോ മീ. നമസ്തേ, നമസ്തേ. ആരാടാ ഈ ബ്ലാക്ക് ബ്രേസ്? നൈജീരിയൻസാ സർ, ഡാൻസ് സ്കൂൾ സ്റ്റുഡൻസാ. ഞങ്ങൾ ടെമ്പിൾ പ്രസാദം പപ്പ. എന്തോടാ പറഞ്ഞു? അത് സാറിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി ലഡുവും മറ്റു പ്രസാദവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്താടാ ഈ ഫോറിനേഴ്സ് ആകെ വലിയ ഭക്തിയിലാണല്ലോ. ഓട്ടോഗ്രാഫ് പ്ലീസ്. ഓട്ടോഗ്രാഫ്സ്? ഓട്ടോഗ്രാഫ്സ് എന്തിനാടാ? ഫോട്ടോഗ്രാഫ്സ് എടുത്തോ. ഓ, ഈ ഓടി നമ്മുടേതാ? ഈ ഓട്ടോ ആണ് നമ്മുടേത്. എന്താടാ ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറ് ട്രാവൽ ചെയ്താകെ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ, Yes. ഫ്രഷ് ആവാൻ വേണ്ടിയാ. ഞാൻ ഫ്രഷപ്പ് ഇവിടെ? റംഗീല ഫ്രഷപ്പ് ആകാൻ മിനിമം ടാജ് കൃഷ്ണെങ്കിലും വേണം. ഇത് അതിലും ടോപ്പാ, രാജ് കൃഷ്ണ. അകത്ത് കയറി നോക്ക്. പിന്നെ ഔട്ട്ലുക്ക് എന്താ ഇവന്റെ കുട്ടാക്കി? പക്ഷെ അകത്തേക്ക് കയറി സാറിന്റെ മുഖം പോലെ Really? Come on. കാണുന്നവർ കൂടെ തോന്നണ്ടേ? അതെ, ഇതെനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ? Who is this slam dog? Housekeeping, sir. Hi. ഓയ് സ്ഥലം കൊല്ലില്ലെങ്കിലും പീസ് കൊല്ലാം. Who is this slim റൂം dog? സർവീസ്, റൂം സർവീസ്. സർവീസോ? ഇവർ മസാജ് ചെയ്യോ? ഇടിച്ചു പിഴിയും. ഇടിച്ച് പിഴിയോ? ഇടിച്ചു പിഴിയൊന്ന്. ഇടിച്ച് പിഴിയും. വന്നട്ടെ. ഓ, ഇത് ഹോട്ടലോ? മുനിസിപ്പാലിറ്റി ഡമ്മിങ് യാർഡ് പോലുണ്ട്. മനുഷ്യരാരെങ്കിലും ഇവിടെ താമസിക്കോ? എന്താടാ നോക്കുന്നത്?
എന്തിനാ നോക്കുന്നത്? അവന്റെ സോഫ കണ്ടില്ലേ? പലകയുടെ മേലെ തലയിടം വെച്ച പോലെ ഒരു ശവപ്പെട്ടി പോലത്തെ ഫ്രിഡ്ജും. ഏയ്, എന്താടാ ആക്ഷൻ കാണിക്കുന്ന എന്താടാ? Why do you close the door? സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ. എന്ത് സൗണ്ടാണ് പുറത്തേക്കാൻ പോകുന്നേ? കുത്തുമ്പോ സൗണ്ട് കേക്കില്ലേ? ആരാ കുത്തുന്നേ? എന്തിനാ കുത്തുന്നേ? രംഗി, യെസ്. കുത്തുമ്പോ സൗണ്ട് എങ്ങനെ പുറത്തു വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഉദ്ദേശം? എന്താടാ എന്റെ സൂട്ട് കേസിൽ എന്തിനാ ഷുഗർ നിറച്ചിരിക്കുന്നത്? ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറാ? ഇതിനകത്ത് ആരുടെ ഇത് വെച്ചത്? അതിനിടെ കഞ്ചാവും കൂടെ വെച്ചിട്ടുണ്ട്. കഞ്ചാവോ? അത് മാത്രമല്ല കൊക്കൈനും ഉണ്ട്. കഞ്ചാവും കൊക്കൈനും എങ്ങനെയാ ഇതിനകത്ത് വന്നത്? അങ്ങനെ അയ്യോ അമ്മേ, അമ്പലത്തിലെ പ്രസാദമാണെന്ന് കള്ളം പറഞ്ഞിട്ട് എന്റെ സൂട്ട് കേസിൽ പഞ്ചാര വെച്ച എന്തിനാടാ? ശരിക്കും ആരാടാ ബ്ലാക്ക്ബെറി? ഈ സിറ്റിയിലെ അണ്ടർവേൾഡ് ഭരിക്കുന്ന നൈജീരിയൻ ഇപ്പൊ എനിക്ക് മാറ്ററൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് പകരം ഡാൻസ് മാസ്റ്ററായിട്ട് നിങ്ങൾ പോകും. നിങ്ങളുടെ അവിടുത്തെ ജോലിയൊക്കെ കഴിയുമ്പോൾ എന്നെ ഫ്രീ ആക്കി വിടും. അതുവരെ ഓൾ ഹോൾസും അടച്ച് ഞാൻ ഇവിടെ അടങ്ങിയിരിക്കണം. കറക്റ്റ് അല്ലേ?